പിന്നെയുള്ള ആ റോസ ഇതളുകളൊക്കെ എന്താണെന്നറിയാവോ സാറിന്? നോ ഐഡിയ. എന്തത്? നമ്മുടെ പിള്ളേരാ. ചടങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. അമ്മ തിരുമേനിയെ കൂടെ കൊണ്ടുവരുമെന്നാണല്ലോ പറഞ്ഞത്. അദ്ദേഹത്തെ കണ്ടില്ലല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് ഫോൺ ചെയ്തിരുന്നു, കിട്ടിയില്ല. ജോത്സന്റെ അടുത്ത് നിന്ന് നേരെ ഇങ്ങോട്ട് വന്നേക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ പുറപ്പെട്ട് കാണും. മുഹൂർത്തം ആകുന്നതല്ലേ ഉള്ളൂ. ശരി, ആയിക്കോട്ടെ. തന്റെ ഫ്രണ്ട്സ് കൊള്ളാലോ. അല്ല, താനത് എണ്ണി നോക്കിയോ എത്രണെന്ന്? അതെ, നിശ്ചയമേ ആയിട്ടുള്ളൂ. ശൃംഗാരത്തിനൊക്കെ ഇനിയും സമയമുണ്ട്. രണ്ടാൾക്ക് അകത്തേക്ക് വരാം. വാ. തിരുമേനി ഇതുവരെ ജ്യോത്സ്യം പറഞ്ഞൊന്നും വിളിച്ചു പറഞ്ഞില്ലല്ലോ. ഇല്ല, ഫോൺ കിട്ടിയില്ല, പറഞ്ഞില്ലേ. പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണില്ല. അതാ ഇവിടെ വന്നിട്ട് പറയാന്ന് കരുതുന്നത്. നമുക്കെന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കാം. അപ്പോഴേക്കും പൂജാരി എത്തിക്കോളും. ആയിക്കോട്ടെ അമ്മ. രേഖ, ആ ഡ്രസ്സും ആഭരണങ്ങളും ഒക്കെ ഇങ്ങോട്ട് എടുക്ക. സാന്ദ്ര, മോളിങ്ങു വാ. ദാ മോളെ, ഈ ഡ്രസ്സും ആഭരണങ്ങളും വേണം ചടങ്ങിനിടാൻ. വാ. ചെല്ല്. നടക്കാൻ പാടില്ല. ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല. ഒരിക്കലും. എന്തുപറ്റി ജോത്സ്യരെ? ഈ ജാതകങ്ങൾ തമ്മിൽ ചേരില്ലൊരിക്കലും. ഇവർ തമ്മിൽ വിവാഹം കഴിച്ചാൽ കൊടിയ ആപത്ത് സംഭവിക്കും. വരനായ രവിചന്ദ്രവർമ്മന് മരണം ഉറപ്പാണ്. ശരിയാണ് ജോത്സ്യരെ, ഞാനും ജാതകം ഒന്ന് ഓടിച്ചു നോക്കിയിരുന്നു. അപ്പോഴേ ചില സംശയങ്ങൾ തോന്നിയിരുന്നതാ. അതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാ ജോത്സ്യരുടെ അടുത്ത് ഇന്നലെ വന്നത് തന്നെ. മനസ്സിലായി. ഇന്നലെ വിളക്കണഞ്ഞപ്പോഴേ ഞാനത് ഊഹിക്കണമായിരുന്നു. പക്ഷേ തുടർന്നു നോക്കാൻ മനസ്സനുവദിച്ചില്ല. എല്ലാം ഒരു നിമിത്തമായിരിക്കും. എന്തായാലും ഒന്ന് ഞാൻ തീർത്തു തന്നെ പറയാം. ഒരിക്കലും ചേരാൻ പാടില്ലാത്ത ജാതകങ്ങളാണിത്. ഈ കല്യാണം നടന്നാൽ താലി കെട്ടിയ ശേഷം ഇവർ ഒരുമിച്ച് മണ്ഡപത്തിന് 3 വലയം വെക്കില്ല, ഉറപ്പാണ്. അതിന് മുൻപ് തന്നെ താലി കെട്ടിയാൽ മരണപ്പെട്ടിരിക്കും. അതുകൊണ്ട് ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല. അത് തടഞ്ഞേ തീരൂ. പക്ഷേ ഗായത്രി ദേവിയമ്മ ഈ വിവാഹം നടക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാണ്. ഈ വിവരം ഇതുപോലെ ഗായത്രി അമ്മയോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതിന് കല്യാണം നിർത്തലല്ലാതെ വേറെ പരിഹാരങ്ങളൊന്നുമില്ല ജോത്സ്യരെ. ഇതിൽ എഴുതപ്പെട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ഇനി പരിഹാരക്രിയകളൊന്നുമില്ല. അത്രയ്ക്ക് സങ്കീർണമാണ് ഈ ജാതകങ്ങൾ. ഈ വിവാഹം നടന്നു കഴിഞ്ഞാൽ മരണവലയത്തിൽ നിന്നും അയാൾക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ഇതിൽ കൂടുതലായി എനിക്കൊന്നും പറയാനില്ല. അവരുടെ നിശ്ചയം നടക്കുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് അവിടെ എത്തി അത് തടയാൻ നോക്കൂ. അതാണ് ഇനി ഇതിനുള്ള ഏക മാർഗം. ശരി ജോത്സ്യരെ, ഞാൻ ഉടൻ തന്നെ പോയി ആ നിശ്ചയം തടയട്ടെ. ഇത്രയും വലിയ പ്രശ്നമുണ്ടെന്ന് നേരത്തെ എനിക്ക് അറിയില്ലായിരുന്നു.
ശരി, ഞാൻ പോയിട്ട് വരാം ജ്യോത്സ്യരെ. ഈശ്വര, ആ സുദർശൻ എന്നെ കൊണ്ട് കൃത്രിമമായി പറയിപ്പിക്കാൻ ആഗ്രഹിച്ചത് ഇപ്പൊ സത്യമായിരിക്കുകയാണല്ലോ. അയാളുടെ മനസ്സിന്റെ വിഷമം ദൈവം മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. അത് വെളിപ്പെടുത്താൻ വൈകിപ്പോയത് എന്താന്ന് എനിക്ക് മനസ്സിലാകാത്ത. ഇനി ഗായത്രി അമ്മയുടെ ആഗ്രഹം നടത്തണോ തന്റെ നിശ്ചയം നടത്തണോ എന്ന് ദൈവം തീരുമാനിക്കട്ടെ. ഈശ്വരോ രക്ഷ. സതീശ്വര. ഇതൊക്കെ ഒഴിവാക്കി സിമ്പിളായിട്ട് ഒരുങ്ങിയാൽ മതിയായിരുന്നു. ഏയ്, പറ്റില്ല പറ്റില്ല പറ്റില്ല. എന്താ ശ്രീലക്ഷ്മി താനി പറയുന്നേ? താൻ കേറി വരാൻ പോകുന്നതേ വർമ്മൻ ഫാമിലിയിലേക്കാ. അപ്പോ അതിന്റെ പ്രൗഢി ഒരിക്കലും കുറയ്ക്കാൻ പാടില്ല. എന്താ കൃഷ്ണ, അങ്ങനെയല്ലേ? അതെ അതെ, മാഡം പറയുന്നത് ശരി. സൂപ്പർ. ബ്രദറിലേക്ക് പറ്റിയ ജോഡിയാ ശ്രീലക്ഷ്മി. യു മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് ഞാൻ പറയും. വാ, എല്ലാരും കാണട്ടെ തന്നെ. വാ. മദറിൻലോ, കല്യാണപ്പെണ്ണ് റെഡി. ശ്രീലക്ഷ്മി വാ. അല്ല മോളെ, തിരുമേനി ഇതുവരെ എത്തിയില്ല. അല്പം കൂടി വെയിറ്റ് ചെയ്യാം നമുക്ക്. അതെ, അമ്മ പറയുന്നതാ ശരി. തിരുമേനി കൂടി എത്തട്ടെ, എന്നിട്ട് മതി ചടങ്ങുകളൊക്കെ. ദേ, ഒരു മിനിറ്റ്, ഞാൻ ഒന്നുകൂടെ ഫോൺ വിളിച്ചിട്ട് വരാം.
അറിഞ്ഞത് സത്യം തന്നെയാ. സോറി, ഇപ്പൊ ഒന്ന് കവർ ചെയ്യാൻ പറ്റില്ല. ഒരു മീഡിയക്കും പെർമിഷൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാ. ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് അയച്ചുതരാം വിത്ത് ഫോട്ടോഗ്രാഫ്സ്. യെസ്, ഓക്കെ. ആരാ സന്ത്രമട ഈ നേരത്ത്? മീഡിയക്കാരാണ് സർ. ഇങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു വിളിക്കുക. ആർക്കും പെർമിഷൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല. ഒടുവിലെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ഒരുവിധം രക്ഷപ്പെട്ടു. ആ, എന്നെ 1-2 ടീംസ് രാവിലെ വിളിച്ചിരുന്നു. ചെറിയ ഫംഗ്ഷൻ ആണെന്നും ഗവൺമെന്റ് റെസ്ട്രിക്ഷൻ ഉണ്ടെന്നും പ്രോട്ടോകോൾ ഉണ്ടെന്നും പറഞ്ഞ് ഞാനും ഒരുവിധം ഒഴിവാക്കി. രാജ, അമ്മേ, ജോത്സരെ കണ്ടിട്ട് തിരുമേനി ഇതുവരെ വന്നില്ലല്ലോ. ഇവിടെ മുഹൂർത്തത്തിന് സമയമായി. നീ ഒന്ന് ഫോൺ ചെയ്ത് നോക്ക്. ജോത്സർ എന്താ പറഞ്ഞതെന്നറിയണം. അല്ലമ്മേ, ജോത്സ്യൻ എന്ത് പറഞ്ഞാലും നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് വേറൊരു തീരുമാനം എടുക്കുന്നത് ശരിയാണോ അമ്മേ? അതല്ല രാജ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. പക്ഷേ എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള പരിഹാരവും നമ്മൾ ചെയ്യണ്ടേ? ആ പരിഹാരം നിശ്ചയത്തിന് മുൻപ് ചെയ്താൽ അത്രയും നല്ലതാണെന്നേ ഞാൻ കരുതുന്നുള്ളൂ. ശരിയമ്മേ, ഞാൻ ഇപ്പൊ തന്നെ ഫോൺ ചെയ്യാം. നോട്ട് റീച്ചബിൾ ആണമ്മേ. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കട്ടെ. രാജാറാം സാറാണല്ലോ വിളിക്കുന്നത്. ഹലോ, നമസ്കാരം സാറേ. നമസ്കാരം തിരുമേനി. ഈശ്വര, തിരുമേനി എവിടെ എത്തി? ജോത്സ്യൻ അവിടെ നിന്ന് പുറപ്പെട്ടോ? ആ, പുറപ്പെട്ടു. അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. അമ്മേ, തിരുമേനി പുറപ്പെട്ടു എന്നാ പറയുന്നത്. അതെ സാറേ, ഒരു വിഷയമുണ്ട്. ഈ കല്യാണം. ഫോൺ സംസാരിക്കും. ഹലോ സാർ. ഹലോ, നമസ്കാരം തിരുമേനി. ഹലോ സാറേ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ 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 തിരുമേനി. ആ സാറേ, വിവാഹം നടന്നാലേ അത് നമ്മുടെ രവിവർമ്മൻ സാറിന്റെ ജീവൻ ആപത്താണെന്നാ ജോത്സ്യർ പറയുന്നേ. ഹലോ, നമ്മൾ ഇപ്പോ തന്നെ ആ ചടങ്ങ് നിർത്തി വെക്കണം. രാജ, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഹലോ ഹലോ തിരുമേനി. ഹലോ, കേൾക്കാമോ? സാറേ, നിശ്ചയം നടത്തരുത്. ഹലോ തിരുമേനി. ഹലോ 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 തിരുമേനി, കേൾക്കാവോ? എന്തോ സിഗ്നൽ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നമ്മേ. തിരുമേനി പറയുന്നൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അല്ല, ഈ തിരുമേനി സമയത്തെത്തിയില്ലെങ്കിൽ നമുക്ക് മറ്റൊരാളെ അറേഞ്ച് ചെയ്താലോ? ഈ അവസാന നിമിഷത്തിൽ അതൊന്നും ശരിയാവില്ല മോളെ. രാജാറാം, തിരുമേനിയെ പെട്ടെന്ന് വരുത്താനുള്ള ഏർപ്പാട് ചെയ്യണം. ശരിയമ്മേ, ഞാൻ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം. നിർത്ത്. എങ്ങോട്ടേക്കാ? ഒരു ഉപകാരം ചെയ്യൂ. എന്നെ നീരേറ്റ് കോളനിയുടെ അടുത്തൊന്ന് വിടൂ. അതെ, അത്യാവശ്യമായിട്ട് അവിടം വരെ ഒന്ന് പോകണം. ഒരു ലിഫ്റ്റ് തരൂ. നീരേറ്റ് കോളനിയിൽ നിന്നാണോ നിങ്ങൾ പറഞ്ഞത്? അതെ സാറേ.
അവിടെ ആരുടെ വീട്ടില്? അവിടെ ഒരു സെയിൽസ്മാൻ ഉണ്ട്, സുദർശനൻ. അതാ ശ്രീലക്ഷ്മി അല്ലേ? ആ പേരതി എന്നെ. ആളിനെ ഞാൻ കണ്ടിട്ടില്ല. ചെറുക്കൻ്റെ അമ്മയുടെ ഏർപ്പാടിൽ ജാതകം നോക്കിയിട്ട് വരുന്ന വഴിയാ. വർമ്മൻ ഗ്രൂപ്പിലെ ഗായത്രി ദേവി അമ്മ പറഞ്ഞിട്ട്. ഓ, വർമ്മൻ ഗ്രൂപ്പിലെ ഗായത്രി ദേവി അമ്മ പറഞ്ഞിട്ടോ? ആ, അവിടെ ഇന്ന് രവിചന്ദ്ര വർമ്മൻ സാറിന്റെ വിവാഹ നിശ്ചയമാ. സാറാണ് വരൻ. ഈ ശ്രീലക്ഷ്മിയാണ് കല്യാണ പെണ്ണ്. ഓ, അത് ശരി. ഈ രവിവർമ്മൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ടയാളാ. വളരെ വളരെ വേണ്ടപ്പെട്ടയാള്. ഓ, ഞാൻ ദുബായിൽ നിന്ന് ഇപ്പൊ വന്നിറങ്ങിയതേ ഉള്ളൂ. അതാ നിശ്ചയത്തിന് ക്ഷണിക്കാൻ വിട്ടുപോയത്. സാറേ, വണ്ടി കുറച്ച് സ്പീഡിൽ വിടാൻ പറയൂ. എനിക്ക് നിശ്ചയം നടക്കുന്നതിന് മുമ്പ് അവിടെ എത്തണം. ഈ നിശ്ചയം നടക്കാൻ പാടില്ല, അതുകൊണ്ടാ. അതെന്താ നടക്കാൻ പാടില്ലാത്തത്? എന്തു പറ്റി? ഈ നിശ്ചയം നടന്നാൽ രവിവർമ്മൻ സാറിന്റെ മരണം വരെ സംഭവിക്കും. അതാ ജോത്സ്യരുടെ കണ്ടെത്തൽ. ആ രവി, അങ്ങനെയാണെങ്കിൽ നീ എന്റെ ജോലി എളുപ്പമാക്കുന്ന ലക്ഷണമുണ്ടല്ലോ. ഈ നിശ്ചയം നീ ഭംഗിയായി നടത്തിയേ പറ്റൂ, ചാകാനായിട്ട്. അത് തടയാൻ നടക്കുന്ന ഈ മനുഷ്യനെ ഞാനങ്ങ് കൊണ്ടുപോവുക. ചെറിയൊരു കിഡ്നാപ്പിംഗ്. ജോസൂട്ടി, വണ്ടി നീയൊന്ന് സ്പീഡ് കൂട്ടിവിട്. നമ്മുടെ താവളം വഴി പോവാം. ആ ശരി. അതാ നീരേറ്റ് കോളനിയിലേക്കുള്ള ഷോർട്ട് കട്ട്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ, മഹാമായേ,